എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഡിസേർട്ടായിട്ടാണ്. അതായത് ആപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കുന്നു വേണ്ട കേട്ടോ. നമ്മുടെ നോർമൽ ആയിട്ടുള്ളൊരു കേക്കാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി അവൻ വേണ്ട, അതിന് വേണ്ടിയുള്ള പാത്രങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. സാധാരണ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രം മാത്രം മതി. അത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഒന്നും വേറെ നമ്മൾക്ക് സാധാരണ സ്പൂൺ വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പാലപ്പത്തിന്റെ റെസിപ്പി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ സന്തോഷം. 3 തരത്തിൽ ഞാൻ പാലപ്പം ഉണ്ടാക്കിയിരുന്നില്ലേ. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തർ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഫോട്ടോസ്. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്മസ് പ്ലേലിസ്റ്റ് നോക്കാൻ മറക്കരുത്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ആപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് ആണ്. വളരെ എളുപ്പത്തിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അവന്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ കേക്കിന്റെ ടിന്നിന്റെ ആവശ്യമില്ല. ഈ ഒരു നോൺ സ്റ്റിക് പാനിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒന്ന് ഉരുക്കിയതിന് ശേഷം ഈ പാത്രം മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് ബട്ടർ ഒന്ന് ഉരുകട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ ബട്ടർ നന്നായി ഉരുകിയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക, ഈ പാത്രം മാറ്റി വെക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷുഗർ കാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുക്കുക. അതിലോട്ട് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗർ നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കാം. അതിലോട്ട് നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 ഗ്ലാസ് പോലും ഒഴിച്ചിട്ടില്ല. നമുക്കിനി തീ ഓൺ ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് നന്നായിട്ട് ഉരുക്കിയെടുത്തതിന് ശേഷം കാരമലൈസ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ചെറുതായിട്ട് ഇവിടെ കളർ ചേഞ്ച് വരുന്നുണ്ട്. ഇതിന്റെ മുകളിൽ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് ഒരു ആപ്പിൾ വളരെ നൈസാക്കി കട്ട് ചെയ്ത് വെച്ചത് നിരത്തി വെക്കാം കേട്ടോ. മുകളിലോട്ട് നൈസാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ആപ്പിള് നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ അതിന് വരായിട്ട് പയർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഓറഞ്ച് ഉപയോഗിക്കാം, പൈനാപ്പിൾ ഉപയോഗിക്കാം. എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട് അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പം നൈസായിട്ട് ആണ് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്ക് മൊത്തത്തിലൊന്ന് 2 ലെയറായിട്ട് അങ്ങ് നിരത്തി വെക്കാം. ഇത് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ആപ്പിൾ തികഞ്ഞിട്ടില്ലെങ്കിൽ 1.5 ആപ്പിളൊക്കെ ആവാം കേട്ടോ. അപ്പോൾ വലിയ ആപ്പിൾ ചെറിയ ആപ്പിൾ അനുസരിച്ച് മാറ്റം വരും. അതായത് മൊത്തത്തിലൊന്ന് കവർ ചെയ്യണമെന്ന് മാത്രം 2 ലെയറായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്യാം, അല്ലെങ്കിൽ 1 ലെയറായിട്ട് വെച്ച് കൊടുത്താലും മതിയാകും. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് സിനമൺ പൗഡർ, അതായത് നമ്മുടെ പട്ടയുടെ പൊടി ഞാൻ വിതറുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് വേണ്ട കേട്ടോ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പട്ട എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് നൈസായിട്ട് പൊടിച്ചെടുത്തിട്ട് അരിച്ചെടുത്ത് വെക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടിയാലും മതി. അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അല്പം മാത്രം ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ആപ്പിളിന്റെ മുകളിൽ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ റെസിപ്പി യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഞാൻ ലിങ്ക് താഴെ തരാം. ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. ഞാൻ 3-4 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ സമയം കൊണ്ട്. അപ്പോൾ ഒരു നുള്ള് ഇത് ഞാൻ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ കൂടെ നമുക്കൊരു ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് 1 ടീസ്പൂൺ നമ്മുടെ നാരങ്ങയുടെ തൊലിയില്ലേ, അത് വളരെ നൈസാക്കി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുക. അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പൊ നാരങ്ങ ചെറുനാരങ്ങയാണോ വലിയ നാരങ്ങ ആയാലും അല്ലെങ്കിൽ ഓറഞ്ച് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ തൊലി എടുക്കുന്ന സമയത്ത് വൈറ്റ് പോർഷൻ ഇല്ലാതെ നല്ല മേലേന്ന് മാത്രം അങ്ങ് മുറിച്ചെടുക്കുക. അതിനുശേഷം വളരെ നൈസാക്കി അങ്ങ് കട്ട് ചെയ്യുക. അപ്പോൾ അതങ്ങ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പൊ അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് പഞ്ചസാരയുടെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒട്ടും തണുപ്പില്ലാത്ത മുട്ട. 2 മുട്ടയാണ്. മുട്ട നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ മുട്ടയ്ക്ക് പകരമായിട്ട് നമ്മൾ തൈരും അതുപോലെ തന്നെ കുറച്ച് പാൽ ഒഴിച്ചാൽ മതിയാകും. ഞാൻ അളന്ന് നോക്കിയിട്ടില്ല. അത് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി. മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ 2 മുട്ട ചേർക്കുന്നുണ്ട്. 2 മുട്ട അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. വെറുതെ ഫോർക്ക് വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് ബീറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുട്ട ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ തൈര്. തണുപ്പില്ലാത്ത തൈരാണ്, അധികം പുളിയില്ലാത്ത തൈര് വേണം ഉപയോഗിക്കാൻ കേട്ടോ. ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മുട്ട വേണ്ട എന്നുണ്ടെങ്കിൽ തൈരിന്റെ അളവ് കൂട്ടുക. അതുപോലെ തന്നെ പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മളിതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 5 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന 1 ടീസ്പൂൺ വാനില എസൻസ്. മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത്
1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ. 1/2 ടീസ്പൂണിൻ്റെ സ്പൂണാണ്. അങ്ങനെ 3 പ്രാവശ്യം ഇടാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ മൈദയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ കൂടെ ഒരുമിച്ച് ചേർത്താലും മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. 10 ടേബിൾ സ്പൂൺ മൈദ, അതായത് 55 ഗ്രാം ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. അതിൽ ചേർത്ത് കൊടുക്കാം. തിക്നെസ് കൂടുതൽ പോലെ തോന്നുകയാണെങ്കിൽ അല്പം പാല് ചേർത്ത് കൊടുക്കാം. നമുക്ക് നോക്കാം, മിക്സ് ചെയ്തിട്ട് നോക്കാം. കട്ടകളൊക്കെ ഒഴിവാക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ. നമ്മുടെ ബാറ്റർ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇനി പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ. ഞാൻ മീഡിയം മധുരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ബാറ്റർ നമുക്ക് ഇതിന് മുകളിൽ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെക്കണം. അതായത് ഇപ്പൊ എനിക്കിവിടെ 5 ബേർണർ ഉണ്ട്. അപ്പൊ 5 ബേർണറിൽ ഏറ്റവും ചെറിയ ബേർണറിൽ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. 25 മിനിറ്റ് കേട്ടോ. എന്റെ അടുപ്പിൽ എനിക്ക് 25 മിനിറ്റ് കൊണ്ടാണ് ഇത് കറക്റ്റ് ആവുക. അപ്പൊ അടച്ചു വെച്ചിട്ട് 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഡയറക്റ്റ് ഫ്ലെയിമിലാണ്. 25 മിനിറ്റ് ഒരു അലാം വെച്ചാൽ മതി. 25 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക. എന്നിട്ട് സ്ക്യൂർ ഇൻസേർട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് വരികയാണെങ്കിൽ കറക്റ്റ് ആയിട്ടാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അതിനുശേഷം നമുക്ക് തിരിച്ച് എടുക്കാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്ന് സ്ക്യൂർ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു കേക്ക് ടേബിൾ ഉണ്ടല്ലോ അതിലോട്ട് മാറ്റാം. പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ കമത്തി പിടിച്ചിട്ട് ഇങ്ങനെ മാറ്റുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അങ്ങ് കമത്തുക. അപ്പോൾ ഒരു ടർക്കി ടവൽ താഴെ പിടിക്കാൻ മറക്കരുത്. നോക്കാം. സൂപ്പറായിട്ടുള്ള നമ്മുടെ ആപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് റെഡി ആയിട്ടുണ്ട്. 2-3 കേക്ക് ആപ്പിൾ ഇവിടെ പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. അത് നമുക്ക് പതുക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കാം. കാരണം അല്ലെങ്കിൽ അവർക്ക് വിഷമമില്ല. സ്പൂൺ കൊണ്ട് എടുക്കുക, അല്ലെങ്കിൽ കൈ നല്ല പൊള്ളിപ്പോവും. ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആപ്പിൾ കുട്ടികളെ വരൂ. എന്നിട്ട് എവിടെ നിന്നാണ് അത് പോകുന്നത് അവിടെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ. അഥവാ വിട്ടിങ്ങനെ പോന്നിട്ടുണ്ടെങ്കിൽ. അതേപോലെ ഇതാ ഞാൻ തിരിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ഈസി ആയ അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ആപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് നമ്മുടെ പാനിൽ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ അവനൊന്നും അന്വേഷിക്കേണ്ട. ഇത് ഫോർക്ക് വെച്ചിട്ട് ചെയ്യാം. ഈസിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതിനുശേഷം എനിക്ക് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇത് തണുപ്പിച്ചും കഴിക്കാം, അതേപോലെ തന്നെ ചൂടോടുകൂടിയും കഴിക്കാം. അപ്പോൾ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സൂപ്പറായിരിക്കും. അല്ലെങ്കിൽ സൂപ്പർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് മുറിച്ച് കഴിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മുറിക്കാം. അവ പറഞ്ഞ ഐസ്ക്രീം വേണ്ട. എന്നാൽ ശരി, വേണ്ട. ഇത് തിക്നെസ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പാനിൽ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ സൂപ്പർ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കണ്ടില്ലേ, ഇവിടെ ഫ്ലഫി ആയിട്ട് ഒരു നല്ല വലിപ്പമുള്ള പാൻ കേക്ക്. അതിൽ ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചാലും മതി. നിങ്ങൾക്ക് കേക്കാണെന്ന് വിചാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഈസിയാണ്, ടേസ്റ്റിയാണ്. നമുക്ക് അത്രയല്ലേ വേണ്ടൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പീസ് കഴിക്കാം കേട്ടോ. കാരമലൈസ്ഡ് ആപ്പിളും മധുരം പെർഫെക്റ്റ് ആണ് കേട്ടോ. ആ സിനമൻ്റെ ചെറിയൊരു ഫ്ലേവറും ഈ കാരമലൈസ്ഡ് ആപ്പിളും ചെറിയൊരു മധുരം എല്ലാം കൂടിയിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും തയ്യാറാക്കി നോക്കണം. പിന്നെ ബാറ്റർ കഴിച്ച് നോക്കിയിട്ട് മധുരം കുറവ് പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. അതുപോലെ ഈ കേക്കിന് തിക്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോസ് പാൻ കുറച്ചും കൂടെ ചെറിയ സോസ് പാനിൽ കുഴി കൂടുതലുള്ള സോസ് പാൻ ഉണ്ടാക്കിയാൽ അപ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് കിട്ടും, തിക്നെസ് കൂടുതൽ കിട്ടും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ അധികം തിക്നെസ് ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ ക്രിസ്മസിനും അതുപോലെ തന്നെ ന്യൂ ഇയറിനൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുക. നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ക്രിസ്മസ് വിഭവമായിട്ട് ഞാൻ വരാം. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.